പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. ഇന്ന് വാട്സപ്പ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. സംഭവം നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയാണ് കണ്ടത്. കൊല്ലത്തുള്ള ഒരു പള്ളിയിൽ ഒരു ഇമാമിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. സാധാരണ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ നിറയും. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന്. പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉസ്താദുമാരാണെന്ന് അറിയുമ്പോൾ സോഷ്യൽ മീഡിയ ആകെ ഒന്ന് ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമാണ് ചെയ്യുന്നു എന്നുള്ള നിലപാടിലാണ് ഇവരുടെയൊക്കെ വാക്കുകൾ. കൊല്ലത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് പരാതി. തൊടിയൂർ സ്വദേശിനിയായ 21-കാരിയുടെ പരാതിയിൽ മൈനാഗപ്പള്ളി സ്വദേശിയായ അബ്ദുൽ ബാസിദിനെ അറസ്റ്റ് ചെയ്തു. ആദ്യ വിവാഹം മറച്ചുവെച്ചാണ് പ്രതി യുവതിയെ വിവാഹം കഴിച്ചത്. ഞാൻ ഇതിനൊരു എടുത്തിടും പോലെ ഒരു മറുപടി ഞാൻ പറയുന്നില്ല. എന്നുവെച്ചാൽ ഇതുപോലെ ഉസ്താദുമാർക്കെതിരെ നമ്മൾ ഒരുപാട് എടുത്തിടും പോലെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തിരുത്തി പറയേണ്ടതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തിടും പോലെ ഇതിലൊരു അഭിപ്രായം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞതൊക്കെ തിരുത്തി പറയേണ്ടതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ നമ്മൾ കുട്ടിയുടെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. അധികവും നമ്മൾ അങ്ങനെ കേട്ടിട്ടാണ് ഉസ്താദുമാരെ വിമർശിക്കാറ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു ഉമ്മക്ക് നിരന്തരം ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താ പേര്, എവിടെയാണ് സ്ഥലം, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഭർത്താവില്ല, അങ്ങനെ ഓരോ കുശലങ്ങൾ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവം ഉമ്മ ആളുകളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്കിങ്ങനെ നിരന്തരം ഒരു നമ്പറിൽ നിന്നും ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആളുകളൊക്കെ ചേർന്ന് ആ നമ്പറിൻ്റെ ഉടമയെ കണ്ടെത്തി. നോക്കുമ്പോൾ ആര്? ഒരു പള്ളിയിലുള്ള ഒരു ഉസ്താദ്, ഒരു പ്രായമുള്ള ഒരു ഉസ്താദ്. അവിടെ എത്തി അവർ ആ നമ്പറിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കുമ്പോൾ സത്യം തന്നെ ആ ഉസ്താദിൻ്റെ ഫോൺ തന്നെ. അതിൽ നിന്നാണ് ഈ ഉമ്മക്ക് ഇങ്ങനെ മെസ്സേജ് വന്നത്. വൃത്തികെട്ടവനെന്നും പറഞ്ഞ് ആ ഒരു പ്രായമുള്ള ഉസ്താദിനെ തല്ലി ചതച്ചു. പൊതുവെ ഇങ്ങനെയുള്ളൊരു കാര്യം ഒരു ഉസ്താദാണ് ചെയ്തതെന്നറിഞ്ഞാൽ നാട്ടുകാരെന്തെന്നായാലും നല്ലോണം പെരുമാറും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് നല്ലോണം കിട്ടി. അവസാനമാണ് സത്യാവസ്ഥ മനസ്സിലായത്. ആ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ആ ഫോണിലൂടെ ഒന്ന് കോൾ ചെയ്യാൻ പോലും ആ മനുഷ്യന് അറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ പെണ്ണുങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത്. ഇതൊക്കെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അതൊന്നും നോക്കാതെയാണ് ഇവർ പൊതിരെ തല്ലിയത്. ഉസ്താദന്മാരാന്ന് അറിയുമ്പോൾ നല്ലോണം കിട്ടും. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു വേഷവും ഇട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെന്നായാലും നല്ല തല്ല് കിട്ടും. ആ പാവത്തിന് ശരിക്കും ഇതിൻ്റെ ലോക്ക് തന്നെ തുറക്കാൻ അറിയില്ല. അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മോനെ, ഞാൻ ഫോണിൻ്റെ ഈ പരിപാടിയൊന്നും അറിയാത്തതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികളുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്ത് ഓരോന്ന് ശരിയാക്കാറുണ്ട്. ആ കുട്ടികളെ കൊണ്ടാണ് ഞാൻ വീട്ടിലൊക്കെ വിളിക്കാറ്. അപ്പോൾ കുറേ നേരം ആ കുട്ടികളുടെ കയ്യിലാണ് ഈ ഫോൺ ഉണ്ടാവാറ്. എനിക്കിതിൻ്റെ പരിപാടിയൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടികളാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇത് ആ കുട്ടികൾ ചെയ്തു വെച്ച പണിയായിരിക്കുമെന്ന്. നോക്കുമ്പം സത്യം തന്നെ, ആ കുട്ടികളാണ് ഇത് പണി പറ്റിച്ചത്, തമാശക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് കേട്ടോ. ഒരു ഉസ്താദിന്റെ ഭാര്യ, ആ ഒരു പെൺകുട്ടി റീൽസ് ചെയ്യാറുണ്ട്. ഉസ്താദ് അതിനെ തടഞ്ഞു, അത് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഉസ്താദിനെ ഒഴിവാക്കി വീട്ടിൽ പോയി നിന്നു. എന്നിട്ടോ ഉസ്താദിനെതിരെ പരാതി. ഇതുപോലെ ഭയങ്കരമായ വിവാദമായിരുന്നു സംഭവം. ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ നടക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന പെൺകുട്ടികൾക്ക് നിങ്ങൾ അതിന് കണക്കായ വരനെ അന്വേഷിച്ച് കണ്ടെത്തുക. കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് ആദ്യ വിവാഹം മറച്ചു വെച്ചുകൊണ്ടാണ് രണ്ടാം വിവാഹം ഇയാൾ കഴിച്ചതെന്ന്. ഇത് ചോദ്യം ചെയ്തപ്പോഴാണത്രേ മുത്തലാഖ് ചെയ്തത്, അതും ഫോണിലൂടെ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചാണ് ഞാൻ ഇതിനൊരു മറുപടി തരാത്തത്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ശരിക്കും നമുക്ക് തീർപ്പില്ല. ഒരാളുടെ മാത്രം വാക്ക് കേട്ടിട്ട് എടുത്തിടും പോലെ പറയുന്ന സ്വഭാവം ഞാൻ നിർത്തി. ചാനലുകളൊക്കെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉസ്താദ് മൈനാഗപ്പള്ളി സ്വദേശിയാണ്. അബ്ദുൽ ബാസിദ് എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചവറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. പിന്നെന്താ വേണ്ടേ?
ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ആദ്യ വിവാഹ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത്. 4 ആളോട് അന്വേഷിച്ചിട്ടൊക്കെ വേണ്ടേ ഒരു കല്യാണമൊക്കെ നടത്താൻ? വേഗം ഒരാളെ കിട്ടുമ്പോൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കുറ്റം മുഴുവൻ നമുക്കും. മക്കൾക്ക് വിവാഹാലോചിക്കുമ്പോൾ 4 ആളോട് അന്വേഷിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഇവര് പിന്നീടാണ് അറിയുന്നത്. ഈ ഉസ്താദ് കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ ഉസ്താദിനോട് ഇതൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണത്രേ ഈ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത്. ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഈ ഉസ്താദ് ഈ പെൺകുട്ടിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. ഇതൊക്കെ ഈ പെൺകുട്ടി പറയുന്നതാണ് കേട്ടോ. പത്തനംതിട്ട വായ്പൂരിയിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമായിരുന്നു അബ്ദുൽ ബാസിദ്. അപ്പോൾ ആ പള്ളിയിലെ 2 ദിവസത്തെ ലീവ് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് ഈ ഉസ്താദ്. ഒരു വാഹന അപകടത്തിൽ തനിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ആ പള്ളിയെ അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നാലെയാണത്രേ ഉസ്താദ് ഈ കുട്ടിയെ ഫോണിലൂടെ മുത്തലാഖ് ചെയ്തത്. ഈ ഫോണിലൂടെ മുത്തലാഖ് ചെയ്തതാണ് ഇപ്പോൾ വലിയൊരു വിവാദമായത്. ഇപ്പൊ എല്ലാം ഫോണിലൂടെ ആണല്ലോ, അപ്പോൾ ഫോണിലൂടെ ആവട്ടെ, അതിനെന്താ കുഴപ്പം? ഇതിപ്പോ ഞാൻ ഉസ്താദിന്റെ വശത്തു കൂടി പറയുന്നതല്ല, ഒരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒന്നും അറിയാതെ എടുത്തു ചാടി വല്ലതും പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് തിരുത്തിയിട്ട് ഒരു വീഡിയോ ഇടുക, അതിനൊന്നും നമ്മൾ തയ്യാറല്ല. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി കോടതിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലം വെച്ച് നമ്മൾ ഒരാളെ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല. ഈ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നേ നമ്മൾ പറയും. അതും ഒരു പുരോഹിതന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത മനുഷ്യനെ കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല ശിക്ഷ തന്നെ, കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നേ നമ്മൾ പറയും. തലയിൽ തൊപ്പിവെച്ച ഉസ്താദാണെന്ന് കരുതി എന്ത് തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു മതമല്ല ഇസ്ലാം. നമ്മൾ മതപരമായി പഠിക്കാൻ മദ്രസയിൽ പോകുന്നത് ഒരു ഡോക്ടറാവാനോ എഞ്ചിനീയർ ആവാനോ ഒരു വക്കീലാവാനോ അല്ല, പകരം സമൂഹത്തിൽ നന്മ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാകാനാണ്. അവിടെ പഠിപ്പിക്കുന്ന വിഷയവും അത് തന്നെയാണ്. അതൊക്കെയാണ് ചിലർക്ക് മനസ്സിലാവാതെ പോയത്. നല്ല മനുഷ്യനായി ജീവിച്ച് നല്ലവനായി മരിക്കാനാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أشرق